like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. Hello guys, it's me Gopikrishna. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് ആയിട്ടില്ല ഗൈസ്, നമ്മളൊരു റിവ്യൂ പോലെയാണ്. നമ്മുടെ Oppo Reno2z എന്ന ഫോണാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നത് ഓക്സിജൻ ചെങ്ങന്നൂരാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വഴിയെ പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ Oppo Reno2 ആണ്. Reno2 സീരീസ് നമുക്കറിയാം, ഒത്തിരി അധികം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ അറിഞ്ഞതാണ്. ഒത്തിരി അധികം ഫീച്ചേഴ്സും ഒത്തിരി അധികം സെറ്റപ്പ് കൂടി ഇറങ്ങിയ ഒരു ഫോണാണ് Reno2. അപ്പോൾ ഗൈസ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും പ്രൈസും അത് എന്നാ ലോഞ്ച് ചെയ്യുന്നതെന്നും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ തൊട്ട് കിട്ടും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടുന്ന സമയങ്ങളിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് നമ്മുടെ ഫോൺ ഇതാണ്. നമുക്ക് ഇതിൻ്റെ ആദ്യം ഒന്ന് ഓവർവ്യൂ നോക്കാം. പുറവശത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ഫോണാണ് ഗൈസ് ഇത്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പുറവശത്ത് ഒപ്പോയുടെ ബ്രാൻഡിങ് ഒക്കെയാണുള്ളത്. പിന്നെ നമുക്ക് സ്ക്രീനിലോട്ട് വരുമ്പോൾ ഫുൾ സ്ക്രീനാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫുൾ സ്ക്രീനോട് കൂടി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു പോപ്പപ്പ് ക്യാമറയുടെ ഒരു പോർഷൻ നമുക്ക് കാണാം. തൊട്ടപ്പുറത്ത് റീസെറ്റ് ബട്ടൺ പോലൊരു ജസ്റ്റ് ഒരു റീസെറ്റ് ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കാണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും നമുക്ക് ലഭിക്കുന്നു. അത് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വോളിയം റോക്കേഴ്സ് ലഭിക്കുന്നു. പിന്നെ റിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു സ്പീക്കർ ഗ്രില്ലും പിന്നെ ഒരു C ടൈപ്പ് ചാർജർ പോർട്ടും പിന്നെ ഒരു മൈക്രോഫോണിൻ്റെ സ്ലോട്ടും പിന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്കും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നു. അങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് താഴെ വശത്തായിട്ട് ലഭിക്കുന്നത്. ഇത് പോർട്രേറ്റ് മോഡിൽ കാണുന്നതിന് ക്ഷമിക്കണം, ഫോണിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി ഫോർ ദാറ്റ്. ആൻഡ് റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കവിടെ ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ കാണാം, ഇറ്റ്സ് ഫോർ ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അതിനാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്ക് വശത്തോട്ട് വരികയാണെങ്കിൽ 4 ക്യാമറ കോഡ്കോം സെറ്റപ്പുള്ള നല്ലൊരു 4 ക്യാമറയാണ് ഒപ്പോയുടെ ബ്രാൻഡിങ്. ഇറ്റ്സ് ഡിസൈൻ ഫോർ സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് അതിനകത്ത് പുറകിൽ എഴുതിയിട്ടുണ്ട്. അവിടെ സോണിയുടെ IMS സെൻസറൊക്കെയുള്ള നല്ലൊരു അടിപൊളി 48 മെഗാപിക്സലിൻ്റെ ഒരു കോഡ് സെറ്റപ്പാണ്. നല്ലൊരു ക്യാമറ അനുഭവം നമുക്ക് തരുന്ന ഒരു 10x സൂമുള്ള നല്ലൊരു ഫോണാണ് Oppo Reno2z. ഈ 2z എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി 3 വേരിയൻ്റ് ഉണ്ട് മൊത്തം. അതിനകത്ത് 3 വേരിയൻറ്റിൽ തന്നെ അതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 2z ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. വളരെയധികം നല്ല ഡിസൈനോട് കൂടിയ നല്ല ഫ്ലാഷും നല്ല ക്യാമറ സെറ്റപ്പും നല്ല പോപ്പപ്പും അങ്ങനെ ഒത്തിരി അധികം ഫീച്ചേഴ്സും ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെയുള്ള നല്ലൊരു ഫോണായിട്ട് തന്നെ നമുക്ക് ഒപ്പോയുടെ Reno2z കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് അകത്തുള്ള എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോൺ Oppo Reno2. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ബൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇൻ്റർഫേസ് നല്ല അടിപൊളി തീമൊക്കെ ആയിട്ടാണ് നമുക്ക് ഒപ്പോയുടെ തന്നെ. നമുക്കിനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇൻബിൽറ്റായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് നെയിം Oppo Reno2z. നമ്മുടെ ഇതിൻ്റെ OS വരുന്നത് കളർ OS വെർഷനാണ്, V6.1 എന്ന കളർ OS വെർഷൻ. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ പറഞ്ഞല്ലോ ഒക്ടോ കോറിൻ്റെ 2.2 GHz ഉള്ള നല്ലൊരു പ്രൊസസ്സറാണ് വരുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ 9 Pie തന്നെയാണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ സ്പേസ്, അതായത് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് RAM 8 GB റാമാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് വരുന്നത് 256 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് വരുന്നത്. അതാണ് ഗൈസ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഇൻബിൽഡ് സ്പെസിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.
ഇനി അടുത്ത ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഫുൾ HD AMO LED ഡിസ്പ്ലേ ആണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഗസ്റ്ററൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഒരു സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ഫോണാണ് നമ്മുടെ Oppo Reno2. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ് ഗൈസ്. ക്യാമറയൊക്കെ നമുക്ക് നല്ല വിശദമായിട്ട് നമുക്ക് ക്യാമറ ഇപ്പോൾ എടുക്കുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഹീലിയോ P90 എന്ന നല്ലൊരു പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 6.53 ഇഞ്ചിൻ്റെ നല്ലൊരു AMO LED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. നല്ലൊരു റെസൊല്യൂഷനോട് കൂടി നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് ഇതിൻ്റെ വീഡിയോസും നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പക്ക PUBG ഒക്കെ നല്ല നൈസായിട്ട് ഒരു ഹാങ്ങും ഒരു ലാഗും ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ് ഗൈസ്. ക്യാമറയിലോട്ട് നമുക്ക് വിശദമായിട്ട് നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് സാമ്പിളൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും നല്ല സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു AMO LED ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേക ഘടന എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ഗസ്റ്ററൊക്കെ യൂസ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ നല്ലൊരു പ്രൊട്ടക്ഷൻ കൂടി നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഗായ്സ്, ഇനി അടുത്ത് നമ്മളിതിൻ്റെ ക്യാമറ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തന്നെ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് നമ്മൾ റിയർ സൈഡിലെ ക്യാമറ സെറ്റപ്പ് പറയുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ ഒരു നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ നമുക്ക് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും അടുത്തത് 2 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസും നമുക്കിനകത്ത് ലഭിക്കുന്നു. ഇതിൻ്റെ സെൻസർ എന്ന് പറയുന്നത് സോണി IMXൻ്റെ 586 എന്ന് പറയുന്ന നല്ലൊരു മികച്ച സെൻസർ നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പറേച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 1.79 നല്ലൊരു അപ്പറേച്ചറാണ്. 6p വരെ ലെൻസ് ഉള്ള നല്ലൊരു ക്ലാരിറ്റി പിക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയാണ്. ഇതിൻ്റെ റിയർ സൈഡിൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ റിയർ സൈഡിൽ. നല്ല കാണുമ്പോൾ തന്നെ നല്ല സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് നമുക്കിതിനെ Oppo Reno2 ലഭിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ക്യാമറ ടെസ്റ്റിംഗ് ആണ് നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറ ടെസ്റ്റിങ്ങിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ, ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ 20x സൂം ആണ് ഗൈസ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. 20x ഇപ്പോൾ 10x ആയിരിക്കുന്നു. നമുക്ക് നല്ലൊരു ക്ലിയർ നമുക്കിനകത്ത് ലഭിക്കുന്നു. നമുക്ക് നല്ല ലൈറ്റിംഗ് കണ്ടീഷനുള്ള സ്ഥലത്ത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വീഡിയോ മോഡാണ് അടുത്തുള്ളത്. നല്ലൊരു പക്ക ക്ലിയർ വീഡിയോ ആണ്. 48 മെഗാ പിക്സലിന് തന്നെ ക്ലിയർ വീഡിയോ ആയിട്ട് നമുക്ക് വൈഡ് ആംഗിൾ ഉൾപ്പെടെയാണ് നമുക്കിനകത്ത് ലഭിക്കുന്നത്. അടുത്ത് നമുക്ക് പോർട്രേറ്റ് മോഡാണ്. ഇപ്പോൾ പോർട്രേറ്റ് മോഡ് ഞാനിപ്പം എൻ്റെ ജസ്റ്റ് ട്രൈപോഡ് എന്ന പോർട്രേറ്റ് മോഡിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ബ്ലർ ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അടിപൊളിയായിട്ട് നല്ല പോർട്രേറ്റ് നല്ല ബ്ലർ ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിവായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കറുണ്ട്, സ്ലോ മോഷനുണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, എക്സ്പെർട്ട് അതായത് പ്രോ മോഡാണ് ഗൈസ്. അത് കഴിഞ്ഞാൽ പനോരമ മോഡാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൽഫി ഭാഗമാണ്. സെൽഫി നമുക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളി ഇത് സെൽഫിയുടെ നല്ലൊരു പോർട്രേറ്റ് ആണ് നമുക്ക് കാണാൻ. ജസ്റ്റ് പോപ്പപ്പ് നമുക്ക് പൊങ്ങി വരുമ്പോൾ തന്നെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആയിട്ടാണ് വരുന്നത്. അടുത്ത് നമുക്ക് ഫോട്ടോ മോഡ്, അതായത് വീഡിയോ മോഡ്, ഓട്ടോ ഡിറ്റക്ഷൻ മോഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ സാധിക്കും. നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള നല്ലൊരു ഒപ്പോ ഡിവൈസാണ് ഗൈസ്, Oppo Reno2 ഗൈസ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫിയാണ്. മെയിൻ അട്രാക്ഷൻ തന്നെ ഇതിൻ്റെ സെൽഫിയാണല്ലോ. അപ്പോൾ ഈ സെൽഫി നമുക്ക് ക്യാമറ സെൽഫിയാണെന്ന് പോപ്പപ്പ് ക്യാമറയാണ് നമുക്കത് ലഭിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം നല്ലൊരു പോപ്പപ്പ് ഡിസൈനുള്ള ഒരു സ്ലീക്ക് ഡിസൈനുള്ള നല്ലൊരു ക്യാമറയാണ് നമുക്കിനകത്ത് ലഭിക്കുന്നത്. പോപ്പപ്പ് ക്യാമറയാണ് കേട്ടോ. നല്ലൊരു പോപ്പപ്പ് ക്യാമറ നമുക്കിനകത്ത് ലഭിക്കുന്നു. അതിൻ്റെ പോപ്പപ്പ് ക്യാമറയുടെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ 16 മെഗാ പിക്സലിൻ്റെ നല്ലൊരു റൈസിങ് പോപ്പപ്പ് ക്യാമറയാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. അതിൻ്റെ അപ്പറേച്ചർ എന്ന് പറയുന്നത് 2.1 ആണ് അതിൻ്റെ അപ്പറേച്ചർ. അതിനകത്ത് നമുക്ക് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് 2.0യുടെ നല്ലൊരു ഫീച്ചർ കൂടെ നമുക്കിതിനകത്ത് ലഭിക്കുന്നു.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടി കാണും. കാരണം എന്താ വെച്ചാൽ പോപ്പപ്പ് ഡിസൈനാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത്. പോപ്പപ്പ് ഡിസൈനാണ്. അപ്പോൾ പോപ്പപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പേടി കാണും. ഇത് കുറേ വട്ടം യൂസ് ചെയ്താലും നമ്മളിപ്പോൾ ഡെയിലി ഒരു 100 ടൈംസൊക്കെ നമ്മളിപ്പം ഫോട്ടോ എടുക്കുക, സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്താൽ തന്നെ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഡാമേജ് വരികയോ എന്തൊക്കെ ബെൻഡ് ആവുക എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ടെൻഷൻ. പക്ഷേ അതിനൊന്നും കമ്പനി അവകാശപ്പെടുന്നതിന് 6 years നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നത് മാത്രമല്ല, ഇത് ബെൻഡ് ആവത്തില്ലെന്ന് അവർ ഉറപ്പ് നൽകുക, അഷ്യൂർഡായിട്ട് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതും കൂടെയാണ് ഈ പോപ്പപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് ഇതിനകത്ത് അടുത്തത് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് കൂടെ നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 4000 mAh നല്ലൊരു ബാറ്ററിയാണ് നമുക്കിതിൻ്റെ ഇവിടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രൈസിങ് റേഞ്ച് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. 30K ബഡ്ജറ്റിലാണ് നമുക്കിതിൻ്റെ പ്രൈസിങ് ലഭിക്കുന്നത്. ഒരു വേരിയൻ്റേ ഉള്ളൂ, 8GB 256 ആണ് ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് 2 കളറായിട്ടാണ്, ലൂമിയസ് ബ്ലാക്കും സ്കൈ വൈറ്റും എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്കൈ വൈറ്റാണ്. നമുക്കിത് തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓക്സിജൻ ആണ്. നമുക്കിനി ഇതിൻ്റെ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിന് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഒപ്പോ ഫോണാണ്. ഇപ്പോൾ ക്യാമറ ഫോണാണ്. നമുക്കറിയാം ഒപ്പോയുടെ ക്യാമറയുടെ ക്വാളിറ്റി എന്തെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഉപയോഗിച്ചവരുണ്ട്, ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിജനിൽ വരണം. അപ്പോൾ ഓക്സിജനിലെ നമുക്ക് ഓണത്തിനുള്ള നമുക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് ഓക്സിജനിലെ ആളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓക്സിജനിൽ നിന്ന് നമുക്കിനി ഓക്സിജനിലെ ഓഫേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ ഓണം ഓഫേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഓണം ഓഫേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ എടുക്കുന്നവർക്കും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എടുക്കുന്നവർക്കൊക്കെ നല്ല ഓഫേഴ്സ് നമുക്ക് ഇവിടെ ലഭിക്കും. ആ ഓഫേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പം 10,000 താഴോട്ടുള്ള മൊബൈൽസിൻ്റെ കൂടെ നമുക്ക് ഓരോ ഇയർഫോൺസാണ് ഓഫറായിട്ട് വരുന്നത്. 10,000 മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 1 year അഡീഷണൽ വാറണ്ടിയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടി വിയുടെ ആണെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ട്, ഗിഫ്റ്റുകൾ ഓഫർ വരുന്നുണ്ട്, പിന്നെ ലക്കി ഡ്രോ ആയിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. അത് ഓണത്തിനായിരിക്കും നറുക്കെടുപ്പ് വരുന്നത്. എന്നപ്പം വിജയികൾക്ക് സ്മാർട്ട് ഫോൺസ് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലുള്ള ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഓക്സിജനിലെ ഓഫേഴ്സ്. നമുക്ക് ഈ ചെങ്ങന്നൂർ, ആറന്മുള ഏരിയാസ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവർക്ക് ഓക്സിജൻ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന. ഓക്സിജൻ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലയിലും എല്ലാ സിറ്റീസിലും ഉണ്ട്. നമുക്കിപ്പം ചെങ്ങന്നൂർ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഈ റീസെൻ്റ്ലി ഒരു 1 week ആയിട്ടുള്ളൂ നമ്മുടെ ചെങ്ങന്നൂർ ഓപ്പൺ ആയിട്ട് ഓക്സിജൻ. ഇലക്ട്രോണിക് എല്ലാ ഗാഡ്ജറ്റ്സും നല്ല ഓഫേഴ്സും നല്ല പ്രൈസോടെയും നല്ല സർവീസോടെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ വാങ്ങിക്കാനുള്ള നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളൊരു ഒപ്പോയുടെ Reno2 2Z ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഗൈസ്, മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്.